സമയം രാവിലെ 3 മണി. നിർത്താതെയുള്ള അലാറം കേട്ട് ഉറക്കത്തിന്റെ ആലസ്യത്തിൽ ശബ്ദം കേട്ട ഭാഗത്തേക്ക് കൈകൾ നീട്ടി ഫോൺ തപ്പിയെടുത്തു. ഫോണിൽ നിന്നുള്ള ചെറിയ പ്രകാശം അവളുടെ കണ്ണുകളിലേക്ക് ആഴ്ന്നു ചെന്നപ്പോൾ കണ്ണുകളൊന്ന് ഇറക്കി അടച്ചു തുറന്നു. അലാറം സ്റ്റോപ്പ് ചെയ്തു. തൊട്ടടുത്ത് കിടക്കുന്ന മകളെയും ഭർത്താവിനെയും ഉണർത്താതെ അവരുടെ ഇടയിൽ നിന്നും അവൾ പതിയെ ബെഡിൽ നിന്നും കാലുകൾ താഴേക്ക് വെച്ചു. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് അവൾ ഒന്ന് ഞെളിഞ്ഞു. തലേ ദിവസത്തെ ക്ഷീണം അവളിൽ നിന്ന് അകന്നിട്ടില്ല. അതൊന്നും കാര്യമാക്കാതെ തലയിലൂടെ തട്ടം നേരെയാക്കി ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഡൈനിങ് റൂമിലെയും കിച്ചണിലെയും ലൈറ്റുകൾ ഇട്ടു. ഫോൺ അവിടെ വെച്ച ശേഷം ബാത്റൂമിൽ പോയി ഫ്രഷായി തിരികെ എത്തിയ അവളിൽ ഒരു ക്ഷീണവും കണ്ടില്ല. കിച്ചണിലേക്ക് എത്തിയ അവൾ ഫ്രിഡ്ജിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പലതും പുറത്തേക്കെടുത്തു. പലർക്കും പലതാണ് ആവശ്യം. നോമ്പ് 15 ഒരു മാറ്റവുമില്ല. സ്വയം ഓരോന്നോർത്തുകൊണ്ട് ദോശത്തവ സ്റ്റൗവിലേക്ക് വെച്ച് ഗ്യാസ് ഓൺ ചെയ്തു. തവ ചൂടായതും അതിലേക്ക് കലക്കി വെച്ച മാവ് ഒരു സ്പൂൺ ഒഴിച്ച് അവൾ തിരിഞ്ഞു. റൈസ് കുക്കറിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചോറെടുത്ത് വെള്ളം വാർന്നു കളയാൻ വെച്ചു. ശേഷം മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് തോരനിക്കായി രാത്രി അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കറികൾ അതിലേക്കിട്ടു. അപ്പോഴേക്കും ദോശ പകുതി വെന്തു. അങ്ങനെ ഓരോ അടുപ്പ് ഒഴിയുമ്പോഴേക്ക് മറ്റൊന്ന് വെച്ച് പലഹാരവും അതിൻ്റെ കറിയും ചോറും അതിനുവേണ്ട കറികളും കഴിക്കാൻ പാകപ്പെടുത്തി എല്ലാം മറ്റു പാത്രങ്ങളിലേക്ക് മാറ്റി ടേബിളിൽ നിരത്തി വെച്ചു. സമയം 4 കഴിഞ്ഞു. അവൾ ഓടി റൂമിലേക്കെത്തി ഭർത്താവിനെ വിളിച്ചു. ഉറക്കത്തിൽ വിളിച്ച് ശല്യം ചെയ്യുന്നതിന് അവന്റെ വക രാവിലെ തന്നെ ചൂടോടെ കേൾക്കുന്ന രോക്ഷമാർന്ന വാക്കുകളാണ്. എന്നിട്ടും ഒരു പുഞ്ചിരിയോടെ വീണ്ടും അവനോട് എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഭർത്താവിന്റെ ഉമ്മയുടെ റൂമിന്റെ ഡോറിൽ മുട്ടി. നേരത്തെ ഉണർന്നിട്ടുണ്ടാവും, എന്നാലും അവളുടെ വിളിക്ക് കാത്തിരിക്കുകയാണ് അവർ. അങ്ങനെ എല്ലാവരെയും വിളിച്ചുണർത്തി ആഹാരം വിളമ്പി കഴിക്കാനിരുന്നു. ദോശ വായിലേക്ക് വെച്ച ഉടൻ തന്നെ ഭർത്താവ് പറഞ്ഞു, ഇതെന്താ നന്നായി ഒന്ന് മുരിച്ചെടുത്തൂടെ നിനക്ക്? എങ്ങനെ കഴിക്കാനാ ഇത്? തിരിച്ചു നൽകാൻ മറുപടിയില്ലാതെ മൗനം പൂണ്ട് അവൾ മിണ്ടാതെയിരുന്നു. അപ്പോഴാണ് അടുത്തത് അമ്മായിയമ്മയുടെ വക. ഷുഗറൊക്കെ നല്ലോണം കൂടി വരികയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ മുതൽ എനിക്ക് ചപ്പാത്തി മതി. രാത്രിയെ കുഴിച്ച് പരത്തി വെച്ചാൽ മതി. അപ്പോൾ രാവിലെ എളുപ്പമാവില്ലേ? അതിനും മറുപടിയായി അവൾ തലയാട്ടി ഒന്ന് ചിരിച്ചു. ഭർത്താവിന്റെ ഉപ്പ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ട. ഒന്നും തീരെ കൊള്ളില്ല എന്ന ഭാവത്തോടെ വേണം വേണ്ട എന്ന മട്ടിൽ ഇരുന്ന് കഴിച്ചു. ഓരോരുത്തരായി ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. കഴിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ അവൾ അടുക്കളയിലെത്തിയിരുന്നു. ഇട്ടുവെച്ചിരുന്ന ചായയും കടിയും ടേബിളിലേക്ക് വെച്ചു. കടുപ്പം കൂടിയതും കുറഞ്ഞതും മധുരം മീഡിയവും തീരെയില്ലാത്തതും അങ്ങനെ പലതരത്തിൽ അവൾ നടന്നുകൊണ്ട് തന്റെ കയ്യിലെ ചായക്കപ്പിൽ നിന്നും ചായ കുടിച്ചു തീർത്തു. എല്ലാവരും നിസ്കരിക്കാനായി റൂമുകളിലേക്ക് കയറി. കഴിച്ചു വെച്ചിട്ട് പോയ പ്ലേറ്റുകളും ആഹാരം വിളമ്പിയ പാത്രങ്ങളും മറ്റും എടുത്തുമാറ്റി ടേബിൾ തുടച്ചു വൃത്തിയാക്കി. സുബഹിക്ക് നേരമായി. ബാക്കി പണികൾ അവിടെ ഇട്ടുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ വുളു എടുത്തു നിസ്കരിക്കാൻ കയറി. തഹജ്ജുദ് നിസ്കരിച്ചു. കുറച്ചുനേരം ഖുർആൻ പാരായണം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ബാങ്ക് കൊടുത്തു. ഖുർആൻ അടച്ചു വെച്ച് സുന്നത്ത് നമസ്കരിച്ചു. സുബഹി നിസ്കരിച്ചു. ദിക്റുകൾ എടുത്തു. അപ്പോഴേക്കും ചെറിയ വെളിച്ചം റൂമിന്റെ ജനാലകളിലൂടെ അകത്തേക്ക് ഒളിഞ്ഞു നോക്കി. കൈകൾ മേളിലേക്കുയർത്തി പരാതികളില്ലാതെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തു. അപ്പോഴേക്കും വീട്ടിലെല്ലാവരും ഉറക്കത്തിലേക്ക് പോയിരുന്നു. കുറച്ചുനേരം നിസ്കാരപ്പായിൽ തന്നെ കിടന്നു. ശരീരത്തിനും മനസ്സിനും ആകെ ഒരു സുഖമാണ് ആ കിടത്തം. ഉറക്കം അവളിൽ നിന്ന് നല്ല ദൂരത്തിലേക്ക് അകന്നതിനാൽ എഴുന്നേറ്റ് അടുക്കളയിലെത്തി. അവിടമാകെ ക്ലീൻ ചെയ്തു. റമദാൻ മാസത്തിലെ പുലർച്ചയ്ക്ക് വല്ലാത്തൊരു ഭംഗിയാണ്. അവൾ മുറ്റത്തേക്കിറങ്ങി. മുറ്റമെല്ലാം അടിച്ചുവാരി കഴുകുവാനുള്ള തുണികളെല്ലാം മെഷീനിലിട്ടു. കുട്ടികൾക്ക് സ്കൂളുണ്ട്. അവർ നോമ്പെടുത്തിട്ടില്ലാത്തതിനാൽ അവൾ അവർക്കായി ആഹാരം തയ്യാറാക്കി. കഴിച്ചിട്ട് പോകാനുള്ളതും കൊണ്ടുപോകാനുള്ളതും. അപ്പോഴേക്കും സമയം 8 കഴിഞ്ഞു. എല്ലാവരും നല്ല ഉറക്കം. ഭർത്താവ് ഉണരാതെ അടുത്ത് കിടന്ന മകളെ വിളിച്ചുണർത്തി റൂമിന് പുറത്തെത്തിച്ചു. ഉറക്കിൽ നിന്നും എഴുന്നേറ്റതുകൊണ്ട് ഉടനെ തന്നെ കാര്യങ്ങൾ നടക്കില്ലെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം ചെറിയ കളിതമാശകൾ പറഞ്ഞ് അവരെ ആക്റ്റീവാക്കിയെടുത്തു. അവരെ പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് ഡ്രസ് ചെയ്യിപ്പിച്ച് ആഹാരം കഴിക്കാനായി ഇരുത്തി. എല്ലാ പണികളെക്കാളും അവൾക്ക് ഏറ്റവും വലിയ പണിയായി തോന്നിയിരുന്നത് അവരെ ആഹാരം കഴിപ്പിക്കലാണ്. കുറച്ചു സമയത്തിന് ശേഷം അവരെ റെഡിയാക്കി റോഡിലേക്ക് ഓടി. ബസ് വരാൻ നേരമായിട്ടുണ്ട്. മക്കളെയും ബസ്സിൽ കയറ്റി വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും പാതി കുഴഞ്ഞിട്ടുണ്ട്. നോമ്പിന്റെയും ചൂടിന്റെയും കാഠിന്യം കൊണ്ട് അവളുടെ തൊണ്ട വല്ലാണ്ട് വരണ്ടുണങ്ങി. പക്ഷേ അത് തീരെ കാര്യമാക്കാതെ മെഷീനിൽ കഴുകിയ തുണികൾ ബക്കറ്റിലേക്കിട്ട് അയയിൽ ഇടാനായി നടന്നു. വെയിൽ അവളെ അവശയാക്കുന്നുണ്ടെങ്കിലും കാര്യമാക്കാതെ പെട്ടെന്ന് തന്നെ അത് തീർത്ത് അകത്തേക്ക് കയറി. അടുത്ത പണി തുടങ്ങി. തറ തുടക്കലാണ്. വെള്ളവും മോപ്പും കൊണ്ട് അകത്തേക്ക് കയറി. ഓരോരുത്തരായി ഉറക്കമുണർന്ന് കുളിക്കാനും മറ്റുമായി ഇറങ്ങി. തുടപ്പ് കഴിഞ്ഞ് റൂമിലേക്കെത്തി ഭർത്താവിനിടാനുള്ള വസ്ത്രം ബെഡിന് മുകളിലേക്ക് വെച്ചു.
അപ്പോഴേക്കും കുളി കഴിഞ്ഞ് അവനെത്തി. വസ്ത്രം മാറി പുറത്തേക്ക് പോകാനൊരുങ്ങി. അപ്പോഴേക്കും സമയം 12 അടുത്തുകൊണ്ടിരുന്നു. ക്ലോക്കിലേക്ക് കണ്ണോടിച്ച അവൾ പെട്ടെന്ന് തന്നെ മാറ്റിയിടാനുള്ള വസ്ത്രവുമെടുത്ത് ബാത്റൂമിലേക്ക് ഓടിക്കയറി. കുളി കഴിഞ്ഞ് വുളുവെടുത്ത് റൂമിലേക്കെത്തി നിസ്കാരങ്ങൾ നടത്തി. ഖുർആൻ പാരായണം ചെയ്തു. അല്പസമയം സമാധാനത്തോടെ പിറകിലേക്ക് ചാരിയിരുന്നു. അപ്പോഴേക്കും ഭർത്താവിന്റെ ബൈക്കിന്റെ ഹോൺ അവളെ മയക്കത്തിൽ നിന്ന് ഉണർത്തി. പെട്ടെന്ന് തന്നെ വസ്ത്രം മാറ്റി അവൾ പുറത്തേക്ക് ചെന്നു. വൈകിട്ടത്തേക്ക് വേണ്ട ചിക്കനും കൊണ്ടായിരുന്നു അവന്റെ വരവ്. അതും വാങ്ങി വീണ്ടും അടുക്കള ലക്ഷ്യം വെച്ച് അവൾ നടന്നു. കറിക്ക് ആവശ്യമായതൊക്കെ അവളെടുത്ത് അരിഞ്ഞു മാറ്റിവെച്ചു. പത്തിരിക്ക് വേണ്ട മാവ് നനച്ചു കുഴച്ച് ഉരുട്ടി മാറ്റിവെച്ചു. ഫ്രൂട്ട്സുകൾ അരിഞ്ഞ് മാറ്റിവെച്ചു. ജ്യൂസ് തയ്യാറാക്കാനുള്ള ഫ്രൂട്ട്സ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അടിച്ചു കലക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു. പൊരിക്ക് തയ്യാറാക്കാനുള്ളതെല്ലാം എടുത്തു വെച്ചു. അപ്പോഴേക്കും സ്കൂൾ കഴിഞ്ഞ് കുട്ടികളെത്തിയിരുന്നു. അവരെ കുളിപ്പിച്ച് വസ്ത്രം മാറ്റി ചെറു ഭക്ഷണം നൽകി അവരുടെ കാര്യമൊതുക്കി വീണ്ടും അടുക്കളയിലേക്ക്. അങ്ങനെ 3 മണിക്കൂറുകൾ കൊണ്ട് എവിടെയും ഒന്നും ഇരിക്കാതെ നോമ്പ് തുറക്ക് വേണ്ടതെല്ലാം അവൾ ഓടി നടന്ന് തയ്യാറാക്കി. 6 മണി കഴിഞ്ഞപ്പോഴേക്കും ടേബിളിൽ വിഭവങ്ങൾ നിരന്നു. ജ്യൂസുകൾ 2 തരം, പൊരികൾ 2 തരം, പത്തിരി, ചിക്കൻ കറി, കഞ്ഞി, അതിനുവേണ്ട കൂട്ടുകറി, കുടിക്കാനുള്ള വെള്ളം, ഫ്രൂട്ട്സ് കട്ട് ചെയ്തത്, ചായ, അങ്ങനെ ടേബിൾ നിറച്ചുകൊണ്ട് എല്ലാം ഒരുക്കി വെച്ചു. സമയമെടുത്തതും അമ്മായിയമ്മ ആദ്യം തന്നെ വന്നിരുന്നു. മക്കളെയും കൂട്ടി. ഭർത്താവും അദ്ദേഹത്തിന്റെ ഒപ്പയും പള്ളിയിൽ നോമ്പ് തുറക്ക് പോയിരുന്നു. ബാങ്ക് കൊടുത്തു. അൽഹംദുലില്ലാ, നോമ്പ് തുറന്നു. അവർക്ക് വേണ്ടതെല്ലാം കഴിക്കാൻ കൊടുത്ത ശേഷം മഗ്രിബ് നിസ്കരിക്കാനായി ഓടി. നിസ്കാരം കഴിഞ്ഞതും ഭർത്താവും ഒപ്പയും എത്തി. അവർക്കുള്ള ആഹാരം കൊടുത്തു. വീണ്ടും അടുക്കളയിൽ പാത്രങ്ങൾ കൊണ്ട് വാഷ് ബേസ് നിറഞ്ഞു. എല്ലാം കഴുകിയൊതുക്കി അത്താഴത്തിന് വേണ്ടതെല്ലാം എടുത്തു വെച്ച് പച്ചക്കറികൾ അരിഞ്ഞ് വേണ്ടതൊക്കെ ഫ്രിഡ്ജിൽ മുൻകൂട്ടി കരുതി വെച്ച് സമയം 10 മണി. ഒരു നെടുവീർപ്പോടെ ബാത്റൂമിൽ കയറി ഫ്രഷായി വസ്ത്രം മാറ്റി ഇശാ നമസ്കരിച്ചു. തറാവിയ നമസ്കരിച്ചു. റബ്ബിലേക്ക് 2 കൈകളുയർത്തി ദുആ ചെയ്തു. എല്ലാവർക്കും നല്ലത് മാത്രം വരണേ, എല്ലാവരെയും കാത്തോളണേ. നിസ്കാരവും കഴിഞ്ഞ് കിടക്കാനായി കയറി നടുനിവർത്തുമ്പോൾ ഒരു വേദനയുണ്ട്. നടുവിനും കാൽമുട്ടുകൾക്കും ഉപ്പൂറ്റിക്കുമൊക്കെ. ഉള്ളിന്റെ ഉള്ളിൽ നീറിപ്പുകയുന്ന വിഷമങ്ങളുടെ തീ സ്വയം അണച്ച് സ്വന്തം കുടുംബത്തിന് വേണ്ടിയല്ലേ എന്ന് മനസ്സിൽ ആശ്വസിച്ച് വേദനകൾ മറന്ന് ഉറക്കത്തിലേക്ക്. ഇതുപോലെ എത്ര പെൺജീവിതങ്ങൾ കുറ്റങ്ങളും കുറവുകളും പരാതികളും തലക്കുമീതെ നിന്നാലും എൻ്റെ വീടല്ലേ, എൻ്റെ കുടുംബമല്ലേ, എൻ്റെ അല്ലേ എന്നോർത്ത് ക്ഷമിച്ച് സഹിച്ച് ജീവിക്കുന്നവൾ. ആദ്യം ഉണരുന്നതും അവസാനം ഉറങ്ങുന്നതും അവളാണ്. എന്തിനും ഏതിനും ഓടിയെത്താനും അവൾ വേണം. അവളുടെ കയ്യെത്താതെ ഒന്നും ശരിയാവില്ല. വിഭവങ്ങളെല്ലാം രുചിയോടെ കഴിക്കണമെങ്കിൽ അവൾ വേണം. എന്നാൽ എന്തെങ്കിലും ഒന്ന് മുടങ്ങിയാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിനക്ക് എന്തായിരുന്നു ഇവിടെ പണി? കുറച്ച് ചോറും കറിയും വെച്ച് മക്കളെ നോക്കുന്നതാണോ മലമറിക്കുന്ന പണിയെന്ന്. നോമ്പുകാലത്തെ മാത്രമല്ല, എന്നും അവൾ വീടിന്റെ വിളക്ക് തന്നെയാണ്. ഒന്നണഞ്ഞാൽ ഇരുട്ടിലാക്കാൻ കഴിവുള്ള വിളക്ക്. എല്ലാവരും എന്നല്ല, ചുരുക്കം ചിലരെങ്കിലും ഇന്നും ഇതൊക്കെ അനുഭവിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. അത് ചിലപ്പോ ഭാര്യയാവാം, പെങ്ങളാവാം, ഉമ്മയാവാം, അല്ലെങ്കിൽ മറ്റു പലരുമാവാം. രചന ഡെസേർട്ട് സോൾ. അവതരണം സാം ഷമീർ.